ന്യൂസ് 18 കഴിഞ്ഞ കുറച്ച് ദിവസമായി കൊച്ചിയിലെ അധോലോകത്തിന്റെ അറിയാക്കഥകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമായി വലിയ ബന്ധമുള്ള ഗുണ്ടാ സംഘങ്ങളും അധോലോകവുമാണ് പുതിയ കൊച്ചി വാഴുന്നത്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസേബ് ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്ററും കൊച്ചി ബ്യൂറോ ചീഫുമായ ടോം കുര്യാക്കോസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. ഇതേ തുടർന്ന് ഔറംഗസേബിനെ പോലീസ് ATS ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. വലിയ ചർച്ചയാണ് കൊച്ചി അധോലോകത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്നത്. പെരുമ്പാവൂർ അനസ് പങ്കെടുത്ത പരിപാടിയിൽ സിനിമാ താരങ്ങളായ വിനയ് ഫോർട്ട്, ശ്വേത മേനോൻ, സ്വാസിക മാളവിക മേനോൻ എന്നിവരും പങ്കെടുത്തിരുന്നു. അനസിന്റെ ഗുണ്ടാബന്ധം അറിയാതെയാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നായിരുന്നു വിനയ് ഫോർട്ടിന്റെ പ്രതികരണം. നടൻ ഷിയാസ് കരീമിന്റെ പങ്കും വലിയ ചർച്ചയാണ്. ഇന്ന് പുതിയ വെളിപ്പെടുത്തൽ വരികയാണ്. അനസിന്റെ സംഘാംഗമായിരുന്ന ഇട്ടൻ എന്ന ഷിർലിൻ ആണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന് ഷിർലിൻ പറയുന്നു. നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ് അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഷിർലിൻ. ആ കേസിൽ 75 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പിന്നീട് നാടുവിടുകയായിരുന്നു ഇയാൾ. അനസ് കാരണമാണ് തനിക്ക് നാടുവിടേണ്ടി വന്നതെന്ന് ഷിർലിൻ വെളിപ്പെടുത്തുന്നു. ഇതോടെ തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ അനസിന്റെ പങ്കാണ് പുറത്തേക്ക് വരുന്നത്. അനസ് പെരുമ്പാവൂർ, അതായത് അനസ് എന്ന് ഇപ്പൊ ഞാൻ അനസ് എന്ന് വിളിക്കുന്നു. അനസിന്റെ കൂടെ നിങ്ങളെ ആൾക്കാരെല്ലാം അനസ് പെരുമ്പാവൂർ എന്ന് പറയപ്പെടുന്ന അനസിന്റെ കൂടെ കുറെ നാളായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അനസ് മുഖാന്തരം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അനസിന് വേണ്ടിയിട്ട് ഒരു കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയായിട്ട് 73 ദിവസം കാക്കനാടും ആലുവായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ എന്നെ തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആകെ ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അനസിന് വേണ്ടിയിട്ട് കിഡ്നാപ്പിംഗ് കേസിൽ ബന്ധപ്പെട്ട് അനസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അനസ് ഒന്നിനും നമ്മൾ എന്താക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളില്ല. ആ കേസിന് പൈസയും വാങ്ങിച്ച് അഡ്വാൻസും വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു റിയാല് പോലും, ഒരു രൂപ പോലും മനസ്സ് ആ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് ഞങ്ങളുടെ കുടുംബങ്ങളാണ്. എൻ്റെ ഫാമിലിയാണ് എന്നെ കേസിന് വേണ്ടിയിട്ട് നോക്കി എന്നെ പുറത്ത് ജാമ്യത്തിൽ 73 ദിവസമാണ് ഞാൻ അനസിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കിടന്ന അനസിന്റെ പേര് പോലും നമ്മൾ അതിനകത്ത് വലിച്ച് കൊണ്ടുവന്നിട്ടില്ല. അനസിന്റെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അനസിന്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അനസിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നതാണ്, ഞാനടക്കം. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയണം. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് അനസിന്റെ കൂടെ അനസ് തിരിഞ്ഞും കൂടി നോക്കിയില്ല. അവന് മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞ്. അനസിന്റെ സംഘാംഗമായിരുന്ന ഷിർലിൻ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേട്ടത്. അനസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും ഷിർലിൻ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായ നിഷിൽ, ഇത് മറ്റൊരാളാണ്, 45 ദിവസം ജയിലിൽ കിടന്നിരുന്നു. അനസ് തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് നിഷിലിന്റെ പരാതി. ഇബ്രാഹിംകുട്ടി എന്നൊരാൾ, അയാൾ കൂടി ഈ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നു. അനസിന്റെ സംഘത്തിലെ അംഗമായിരുന്നു ഇബ്രാഹിംകുട്ടി. ടോം കുര്യാക്കോസാണ് വിശദാംശങ്ങൾ ചെയ്തത്. ടോം, ഈ അനസിന്റെ സംഘാംഗങ്ങൾ ഒന്നൊന്നായി അയാൾക്കെതിരെ രംഗത്തെത്തുകയാണല്ലോ. ഇപ്പോൾ ഈ ഷിർലിൻ നാട് വിട്ടുപോയ ഒരാളാണ്. കിഡ്നാപ്പിംഗ് കേസിൽ 70-ലേറെ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇവർ തമ്മിൽ തെറ്റുന്നത് എങ്ങനെയാണ്? എൽദോ, നമുക്കറിയാം, ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തനായിരുന്ന വലങ്കയായിരുന്ന ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. അതായത് ഔറംഗസേബ് തന്നെ പറയുന്നുണ്ട്, ഇവരുടെ സംഘാംഗത്തിൽ, ഗുണ്ടാ സംഘാംഗ ആയിരുന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ കേസിൽ ഔറംഗസേബ് 1-ാം പ്രതിയാണ്. ഔറംഗസേബ് മാത്രമല്ല, അനസിനൊപ്പം ഉണ്ടായിരുന്ന പലരും, അതായത് അനസിന്റെ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉണ്ണിക്കുട്ടനെ പോലീസിന് വിവരങ്ങൾ കൈമാറുന്നു എന്ന സംശയത്തെ തുടർന്ന് മാത്രം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതാണ് പെരുമ്പാവൂർ അനസും ഈ അനസിനൊപ്പം ഉണ്ടായിരുന്നവരും തമ്മിൽ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതോടൊപ്പം പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ അനസ് കോടികളുടെ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ഒരു ആരോപണമുണ്ട്. ഇവരുടെ ഓരോരുത്തരും, അതായത് അനസിനൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പണം തട്ടിയെടുത്തുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടതെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം പല കാര്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ, അതായത് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ സംഘാംഗത്തിലുണ്ടായിരുന്ന ഓരോരുത്തർക്ക് നേരെയും ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ ഭീഷണി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഔറംഗസേബിനൊപ്പം ഉണ്ടായിരുന്നത്. ഔറംഗസേബ് പറയുന്നത് പെരുമ്പാവൂർ അനസിനൊപ്പം
ഈ ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് 300ഓളം ചെറുപ്പക്കാരുണ്ടെന്നാണ്. അതിലേതാനും യുവാക്കളാണ്, ഈ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് 3 പേരാണ്. ഷിർലിൻ, അതോടൊപ്പം നിഷിൽ, ഇബ്രാഹിംകുട്ടി തുടക്കം മുതൽ പെരുമ്പാവൂർ അനസ് ഗുണ്ടാ നേതാവായി വളരുന്ന കാലഘട്ടം മുതൽ അനസിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിംകുട്ടി. അതായത് അനസിന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയാം. പിന്നീട് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തി, അതായത് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ച ഇട്ടൻ എന്ന ഷിർലിനും അനസിനൊപ്പം വർഷങ്ങളായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നിഷിലും അനസിനൊപ്പം ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ കിടന്നിട്ടുണ്ട്. ഈ ഇട്ടൻ എന്ന് വിളിക്കുന്ന ഷിർലിൻ നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ്. ഇതിനകത്ത് നമുക്കറിയാം, ഷിർലിൻ പറയുന്നുണ്ട് അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന്. ആ കേസിലെ മുഖ്യപ്രതിയായിരുന്ന ഈ ഇട്ടൻ 75 ദിവസത്തോളം കാക്കനാട് ഉൾപ്പെടെയുള്ള ജയിലുകളിൽ കഴിഞ്ഞിരുന്നു. അനസ് കാരണമാണ് താൻ ആ കേസിൽ പെട്ടത്. തനിക്ക് വേണമെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പെരുമ്പാവൂർ അനസിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അനസിന്റെ പേര് തങ്ങൾ വെളിപ്പെടുത്തിയില്ല. അനസ് കാരണം സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്താൻ കഴിയാത്ത അവസ്ഥ, അതായത് നാട് വിടേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് ഷിർലിൻ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു കക്ഷി ാണ്, അതായത് അനസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും ഏറ്റവും ഒടുവിൽ പരാതി നൽകിയതിൽ ഒരാളാണ് നിഷില്. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്നു. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായിരുന്ന നിഷിൽ 45 ദിവസത്തോളം ജയിലിൽ കടന്നിരുന്നു. നിഷിലിന്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. താൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ജയിലിൽ 45 ദിവസം കടന്നിരുന്നതായി നിഷില് തുറന്നു പറയുന്നുണ്ട്. അനസ് പക്ഷെ തന്നെ ഇപ്പോൾ വധിക്കാൻ ശ്രമിക്കുന്നതായി നിഷിൽ പറയുന്നുണ്ട്. ഇതിനു മുൻപ് 2 തവണ നിഷിലിനെ പെരുമ്പാവൂർ അനസ് വധിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഔറംഗസേബ് തന്നെ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ പല കേസും, ഈ ഓരോ വെളിപ്പെടുത്തലുകൾ, അതായത് നിഷിലിന്റെയും അതോടൊപ്പം ഇട്ടന്റെയും വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലെ പെരുമ്പാവൂർ അനസിന്റെ പങ്ക് പുറത്തു വരികയാണ്. അന്ന് നമുക്കറിയാം, ഈ 2 തട്ടിക്കൊണ്ടുപോകൽ ഈ തൊട്ട്, അതായത് ഒരു വർഷം മുൻപ് നടന്ന 2 സംഭവങ്ങളാണ്. സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും ചില യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ആളുമാറി തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാക്കുന്നു. അവരെ വിട്ടയക്കുന്നു. പിന്നീട് പോലീസ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട അനസിന്റെ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടുന്നു. പക്ഷെ അന്നൊന്നും പെരുമ്പാവൂർ അനസിന്റെ പേര് പുറത്തു വന്നിരുന്നില്ല. അതായത് ഇട്ടൻ തന്നെ ഈ വിദേശത്തു നിന്ന് അയച്ച ഈ വീഡിയോ സന്ദേശത്തിൽ ഇട്ടൻ തന്നെ തുറന്നു പറയുന്നുണ്ട്, താനന്ന് പെരുമ്പാവൂർ അനസിന്റെ പേര് പറഞ്ഞില്ല, അനസിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതായത് ആദ്യമായിട്ടാണ് ഈ 2 കേസുകളിലും, തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ പെരുമ്പാവൂർ അനസിന്റെ പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ 2 കേസ് അന്വേഷണത്തിലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. 3ാമത്തെ പരാതി പെരുമ്പാവൂർ അനസിന്റെ മുൻ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിംകുട്ടിയുടെ പരാതിയാണ്. ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇബ്രാഹിംകുട്ടി അല്പസമയം മുമ്പാണ് പരാതി നൽകിയിരിക്കുന്നത്. അനസിൽ നിന്നും തനിക്ക് ഭീഷണി ഉണ്ട്, തന്നെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇബ്രാഹിംകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. ടോം, ഇത് അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. 2 കിഡ്നാപ്പിംഗ് കേസുകളിൽ അനസിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തമാക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. അത് കൂടുതൽ കേസുകളിലേക്ക്, കൂടുതൽ കാര്യങ്ങളിലേക്കുള്ള വിവരങ്ങൾക്ക് ചൂണ്ടുപലകയാകുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ മറ്റൊരു സംശയം, ഈ സംഘാംഗങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നിപ്പോൾ ഷെർലിൻ സൂചിപ്പിക്കുന്നത് കേട്ടു. ഇപ്പോൾ നിഷിൽ എന്ന് പറയുന്ന മറ്റൊരു സംഘാംഗം, ഇയാൾ ഭീഷണിയുമായി രംഗത്തെത്തി എന്ന് പറയുന്നു. ഈ അനസ് സ്വന്തം സംഘാംഗങ്ങളെ അങ്ങനെ സംരക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ഗുണ്ടകൾ എപ്പോഴും അവരുടെ ഗ്യാങ്ങിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അവരുടെ ബേസിക് സംഭവമല്ലേ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോരുമെന്നുള്ള ഭയമെങ്കിലും അവർക്കുണ്ടാവില്ല. അപ്പോൾ അതിലൊരു അസ്വാഭാവികത ഉണ്ടോ ടോമേ? എൽദോ സൂചിപ്പിച്ചത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം സാധാരണ, അതായത് കൊച്ചിയിലെ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ഗുണ്ടാ തലവന്മാരെ പരിശോധിച്ചാൽ മുൻപ് വളരെ സജീവമായിരുന്നു തമ്മനം ഷാജി മുതൽ തമ്മനം ഫൈസൽ, അതല്ലെങ്കിൽ മരട് അനീഷ്, ഭായ് നസീർ ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാരെ കുറിച്ച് നോക്കിയാൽ എൽദോ സൂചിപ്പിച്ച ഒരു ശരിയായ കാര്യമാണ്. കാരണം അവർ തങ്ങൾക്കൊപ്പമുള്ളവരെ, തങ്ങളുടെ സംഘങ്ങളെ സംരക്ഷിക്കുന്ന സമീപനമുണ്ട്. പക്ഷേ ഈ നിഷിലിന്റെയും അതോടൊപ്പം നേരത്തെ നമുക്ക് അഭിമുഖം നൽകിയ തുടരുക. ഈ അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ അനസിന്റെ സംഘാംഗമായിരുന്ന ഇബ്രാഹിംകുട്ടി, ഇദ്ദേഹവും പരാതി നൽകിയ ആളാണ്. ഇബ്രാഹിംകുട്ടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ന്യൂസ് 18. ശ്രീ ഇബ്രാഹിംകുട്ടി, എന്താണ് ഈ അനസുമായി തെറ്റാനുള്ള സാഹചര്യം? അനസ് അത് ഈ സാമ്പത്തിക ക്രമക്കേടുകള് കുറെ അധികം
കയറി വന്നപ്പോഴാണ് നമുക്ക് അവനായിട്ട് വെക്കാതെ വന്നത്. ഒരു പറ്റിക്കല്, ആളുകളെ പച്ചനെ പറ്റിക്കല് പോലെ ഒരു ഇത് വന്നു. അത് ഞാൻ അതിൽ നിന്ന് പിന്മാറി. നമുക്ക് അത് ശരിയാവില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പിന്മാറി. അല്ല, ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നവരല്ലേ? അപ്പോ എന്താണ് നിങ്ങളുടെ പങ്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? അല്ല 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 അത് ഈ കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരിൽ നിന്നും പണം സ്വീകരിക്കൽ തുടങ്ങി. അത് വ്യക്തിപരമായിട്ട് എനിക്കത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. അല്ലെ അത് വിരോധം ഉണ്ടായി അവന്. ഇബ്രാഹിം കുട്ടിക്ക് പണം കിട്ടാനുണ്ടോ അനസിൽ നിന്ന്? ഇല്ല. അങ്ങനെ ഒരു കൂട്ടു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്ത് ബന്ധാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അനസിന്റെ ഈ കാര്യങ്ങൾ, ഈ പ്രവർത്തികളും, ഈ അദ്ദേഹത്തിന് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ 2 കിഡ്നാപ്പിംഗ് കേസുകൾ അനസിന്റെ പങ്കുണ്ടെന്ന് ഇപ്പോൾ ഷിറിൽ പറയുന്നു. അപ്പോ ഇതൊക്കെ അറിയാമായിരുന്നോ ഇബ്രാഹിം കുട്ടിക്ക്? നെടുമ്പാശ്ശേരി കേസ് അനസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അത് നടത്തിയത്. പക്ഷെ അത് പിന്നീട് നമ്മളത് പറഞ്ഞില്ല, പോലീസിന്റെ അടുത്ത് പറഞ്ഞില്ല. പോലീസിന്റെ അടുത്ത് അത് അവനെ സംരക്ഷിക്കാന്നുള്ള അന്നത്തെ ഒരു സുഹൃത്ത് ബന്ധം നമ്മളത് പറഞ്ഞില്ല. അവനെ ഒഴിവാക്കി. ഈ തിരുവനന്തപുരം തട്ടിക്കൊണ്ട് പോയ കേസോ? അത് കോടതിയിൽ നിൽക്കണ കാര്യങ്ങളല്ലേ? അല്ല, അതിലൊരു അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷം. കോടതിയിലാണ് കേസുകളൊക്കെ. ഇപ്പോ നെടുമ്പാശ്ശേരി ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഇപ്പൊ കേസുകളെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് പറയാൻ വയ്യ. ഈ ശ്രീ ഇബ്രാഹിം കുട്ടി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ആദ്യം ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിക്കുകയായിരുന്നു, ഈ ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരാളല്ലേ ഈ അനസ്? ഈ ജയിലിൽ കിടന്നു കുറെ നാളുകൾ, അപ്പോൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നായിരുന്നു ആദ്യം ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച ഷിർലിൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണോ ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന സംഘത്തലവൻ? തീർച്ചയായിട്ടും അവൻ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കില്ല. അവനും അവന്റെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആരെയും അവൻ സംരക്ഷിക്കില്ല. അത് ബോധ്യപ്പെട്ടത് കൊണ്ടും പിന്നെ എങ്ങനെയുള്ള ഈ ചില ഈ വഴിവിട്ട കാര്യങ്ങൾ വന്ന് എനിക്കത് വ്യക്തിപരമായിട്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി വന്നപ്പോഴാണ് ഞാൻ പിന്മാറിയത്. ഈ വഴിവിട്ട കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി വിശദീകരിക്കാമോ? അതായത് കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് പൈസ വാങ്ങാം. എങ്ങനെ? എത്ര ഉദാഹരണം പറയോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ എടുത്തിട്ട് അത് നടപ്പിലാക്കാതിരിക്കുക, അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം, അത് നടപ്പിലാക്കാതിരിക്കുക, പിന്നെ അവരായിട്ട് അവര് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവരെ ബന്ധപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം വന്ന് കളവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. ഈ കൊട്ടേഷൻ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത ആളുകളാകുമ്പോൾ അത് പ്രൊഫഷണലി ചെയ്യണ്ടേ? അത് ചെയ്യാതെ വരുമ്പോൾ വീണ്ടും കൊട്ടേഷൻ കിട്ടാതെ ആയി പോകില്ലേ ശ്രീ ഇബ്രാഹിം കുട്ടി? അപ്പോൾ ഈ അനസ് അത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കുമോ? ഇത് വേറെ ഒന്നുമില്ലാന്നേ. ഇത് വെറുതെ ഒരു ഷോ ഓഫ് വെച്ചിട്ട് കുറച്ച് പൈസ വാങ്ങുക, ആളുകളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ഈ ഇപ്പോൾ കൊട്ടേഷൻ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ അനസിന്? ഈ പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ രീതി? അതാണ് മനസ്സിലാക്കുന്നത്. പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുക എന്നുള്ളത് മാത്രമേ. ഞാൻ ഒരു വലിയ എന്തോ ഒരാളാണ് എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി പലരിടത്തുനിന്നും പൈസ വാങ്ങാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നടപ്പിലാക്കലൊന്നുമില്ല. നടപ്പിലാക്കുന്നത് അവന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കെതിരെ മാത്രമേ ഉള്ളൂ. അവന്റെ ഒപ്പം നിൽക്കാത്തത് കൊണ്ടിട്ടുള്ള വിരോധം, അങ്ങനെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്ത് ആരെയും കൊട്ടേഷൻ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള എനിക്ക് ഒരറിവില്ല. താങ്കൾ എത്ര വർഷം ഉണ്ടായിരുന്നു ഈ അനസിനൊപ്പം? ഞങ്ങളങ്ങനെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അവന്റെ കൂടെ എന്തെങ്കിലും ഒരു വർക്കായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്? കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അന്ന് അടുത്ത ബന്ധം ഉണ്ടായില്ല. പിന്നെ കുറച്ചായിപ്പോ അടുത്ത ബന്ധങ്ങളായി. പിന്നെ അവന്റെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യലും വണ്ടി ഓടിക്കലായിരുന്നു. എനിക്ക് അന്ന് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നപ്പോ പിന്നെ വേറെ തൊഴിലൊന്നും ഉണ്ടായില്ല. ഡ്രൈവറായിട്ടാണ് ഞാൻ ആദ്യം പോയത് എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട്. പിന്നീട് എനിക്ക് 1-2 ഇവന്റെ കേസുകളിൽ ഞാൻ പ്രതിയായി കഴിഞ്ഞപ്പോ
എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഇപ്പൊ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് തന്നെയും വധിക്കാൻ, കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഭീഷണിയുണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇപ്പോൾ താങ്കളെ വധിക്കാനുള്ള അല്ലെങ്കിൽ ശ്രമം നടത്താൻ പാകത്തിന് അത്ര വൈരാഗ്യമുണ്ടോ താങ്കളുടെ? അല്ലെങ്കിൽ അത്രമാത്രം വൈരാഗ്യം വരാനുള്ള കാരണം എന്തായിരിക്കും? എന്തെങ്കിലും കാരണം ഉണ്ടായി. കാരണം എനിക്ക് അറിയില്ല. എനിക്കിപ്പോ ഈ ഔറംഗസീബ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തേക്കുന്നത്. അതിനി അനസിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കേണ്ടി വരും. അല്ല, ഇപ്പൊ ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് പോകുമെന്നുള്ള ഒരു പേടി ഉണ്ടാവും അനസിന്? ഉണ്ടാവാം. കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മറച്ചു വെക്കാൻ പാകത്തിനുള്ള ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനും അവനുമായിട്ട് നടത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കേസായിട്ടുണ്ട്. ഈ അനസ് മാറി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ടൈപ്പാണോ, അതോ നേരിട്ട്? അതെ, മാറി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ടൈപ്പാണ്. ഒരു കാര്യം കൂടി, ഈ ഔറംഗസീബ് പറഞ്ഞോളൂ. അല്ല, ആളിവിടെ ഇല്ലാന്നുണ്ടെങ്കിലും അവന് ഉദ്ദേശിച്ച കാര്യങ്ങൾ അവനിവിടെ അവന്റെ ആളുകളെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന അതിനുള്ള ഒരു ഇതുള്ള ആളാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഔറംഗസേബിന് ATS ഇപ്പൊ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളെ കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം വിളിച്ചാൽ സഹകരിക്കില്ലേ? പൂർണ്ണമായും തീർച്ചയായിട്ടും സഹകരിക്കും. ഈ ഔറംഗസേബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ ഈ പെരുമ്പാവൂർ അനസിനെ പറ്റി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ശരിയാണ്. എനിക്കറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. ഈ ഷിയാസ് കരീം അവരൊക്കെ ആയിട്ട് അടുത്ത ബന്ധമായിരുന്നോ അനസിന്? ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ട്. ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ട്. ഷിയാസ് പറയുന്നതൊക്കെ കളവാണ്. ഷിയാസിന് അറിയില്ല എന്നൊക്കെ പറയുന്നത് കളവാണ്. ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ടായി. ഈ ഷിയാസിന് അറിയാമായിരുന്നു ഈ അനസിന്റെ പ്രവർത്തനങ്ങൾ ഫുള്ള്? പിന്നെ ഷിയാസിന് ഒരു ബിസിനസ് ഇടപാടുണ്ടോ അനസുമായിട്ട്? ബിസിനസ് ഏർപ്പാടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോൾഡിന്റെ പരിപാടി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ദുബായ് കേന്ദ്രീകരിക്കാനുള്ള കാരണവും അതാണ്. ഗോൾഡ് ബിസിനസ്സാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് നടത്താൻ ഉദ്ദേശിച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ ഈ മറ്റു ചില ആളുകളുടെയൊക്കെ വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ എന്താ പറയാ, വിനയ് ഫോർട്ട് അല്ലെങ്കിൽ ശ്വേത മേനോൻ, സ്വാസിക, അങ്ങനെ ഒരുപാട് പേര്. അപ്പൊ ഇവരൊക്കെ അനസുമായിട്ടുള്ളൊരു ഒരു പരിപാടിയിൽ കണ്ട അടുപ്പം മാത്രമാണോ, അതോ അതിൽ കൂടുതലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഷിയാസ് കരീമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവണം. ഷിയാസ് കരീമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തായിരിക്കണം ഇവർ വന്നത്. അതുകൊണ്ട് അവരൊന്നുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്ട. ഈ ഗോൾഡ് അത് കടത്തുന്നതേ ഈ ചലച്ചിത്ര താരങ്ങളെ കൂട്ടുപിടിക്കുന്നൊക്കെ ഒരുപാട് വാർത്തകളും ആരോപണങ്ങളൊക്കെ ഉള്ളതാണ്. അതിലെന്തെങ്കിലും അറിയാമോ ഇബ്രാഹിം കുട്ടിക്ക്? സ്വാഭാവികമായിട്ട് അവർ അങ്ങോട്ട് പോകുമ്പോ വലിയ ഇമിഗ്രേഷനിൽ വലിയ ചെക്കിംഗ് ഒന്നും തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല. അവരുടെ അടുത്തുണ്ടാവും സാധനം. അപ്പൊ അതിന് ഈ ഷിയാസ് കരീമാണോ നേതൃത്വം നൽകുക? അത് അങ്ങനെ ചോദിച്ചാൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ സിനിമാ താരങ്ങളായതുകൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഇമിഗ്രേഷനിലൊന്നും അങ്ങനെ കൂടുതൽ ചെക്കിങ്ങോ കാര്യങ്ങളോ വരില്ല. അപ്പൊ അവരുടെ അടുത്തുണ്ടാവും. അവര് എന്തായാലും കൊണ്ടുവരും. അതിനാണ് ഈ ഇങ്ങനെ ഒരു കള ഒപ്പിക്കുന്നത്. ഓക്കെ, മറയാണ് എല്ലാത്തിനും. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മറയാണ്. മനസ്സിലായി. ഒരു നിമിഷം ഒന്ന് തുടരാമോ ഫോണിൽ? ഇബ്രാഹിം കുട്ടി, ഒരു നിമിഷം ഒന്ന് ഫോണിൽ തുടരാമോ? ടോം കുര്യാക്കോസ് തുടരുന്നു. ടോം, ഈ വാർത്തയുടെ പിന്നാലെ പോയതുകൊണ്ട് ചോദിക്കുകയാണ്, ടോമിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇബ്രാഹിം കുട്ടിയുടെ? അല്ല, ടോമിന് ഇബ്രാഹിം കുട്ടിയുടെ എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ്. പ്രത്യേകിച്ചും ഈ വാർത്തയുടെ പിന്നാലെ ഒരുപാട് ഓടിയതാണല്ലോ. തീർച്ചയായും ഇബ്രാഹിം കുട്ടി ഇപ്പോൾ അറിയാം. ഇബ്രാഹിം കുട്ടിക്ക് ഒരു പക്ഷേ ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാവുന്ന, കാരണം കാലാകാലങ്ങളായി, വർഷങ്ങളായി, തുടക്കം മുതൽ പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന അനസിന്റെ ഏറ്റവും വിശ്വസ്തര ഒരാളായിരുന്നു ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടി ഇപ്പൊ നേരത്തെ എൽദോ ചോദിച്ചു എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞതെന്ന്. ഈ സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ അവസാനമായി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കോടികൾ അനസ് തട്ടിയെടുത്ത് മുങ്ങിയതിനപ്പുറം മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയാൻ? ഈ ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസ്, മറ്റേതെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിന്റെ ഒരു നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള കാരണമായിട്ടുണ്ടോ? ഉണ്ണിക്കുട്ടന്റെ മർഡർ, ഉണ്ണിക്കുട്ടനെ കൊന്നത് അവനാണെന്നുള്ള കാര്യം അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം. അതും ഒരു കാരണമാണ്.
കാരണം ഉണ്ണി എന്റെ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഉണ്ണി. അതിനുശേഷം എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടുണ്ടായില്ല ഉണ്ണി മരിച്ചിട്ടും എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം. പിന്നീടാണ് വ്യക്തത കിട്ടുന്നത് ആരൊക്കെ എന്റെ പുറകില് എന്നുള്ള കാര്യമൊക്കെ. അപ്പോ അത് ഒരു പ്രധാന കാരണമാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ ഇബ്രാഹിം കുട്ടി അതോടൊപ്പം നിഷിൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വധശ്രമമുണ്ട്, നിങ്ങൾക്കെതിരെ വധശ്രമം ഉണ്ടായെന്ന് പറയുന്നു, നിങ്ങളെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതോടൊപ്പം നേരത്തെ ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പെരുമ്പാവൂർ അനസ് ഉന്നമിട്ടിരുന്നു എന്ന്, അതായത് കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാമോ? ഇല്ല അതേക്കുറിച്ച് ഒന്നും അറിയില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും കൊട്ടേഷൻ വർക്ക് നിങ്ങൾക്ക് കിട്ടിയിരുന്നാണോ? ഇല്ല, ഞാൻ എന്റെ ഒരു അറിവിലുള്ളപ്പോ ഞാനുള്ളപ്പോ ഇല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്നില്ല. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഔറംഗസേബ് നേരത്തെ തുറന്നു പറഞ്ഞതാണ് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തില്. അങ്ങനെ ഒരു കൊച്ചിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഏതെങ്കിലും വർക്കുകൾ അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധത്തെ കുറിച്ച് അറിയാമോ? ഇല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനുള്ളപ്പോ ഉണ്ടാവാം, പക്ഷെ എന്റെ അറിവിലില്ല. ഓക്കെ, എത്ര നാള് മുൻപാണ് ഈ സ്വർണം പൊട്ടിക്കലിലേക്ക് നിങ്ങൾ ഈ പെരുമ്പാവൂർ അനസ് കടന്നത്? ആദ്യം അതൊരു റിക്കവറി ആയിരുന്നു. സ്വർണം പൊട്ടിച്ചു പോകും ദുബൈന്ന് കൂട്ടാന് മുതലുകൾ പൊട്ടിച്ചു പോകും. ആ പൊട്ടിച്ചു പോയത് അവരുടെ പുറകെ പോയിട്ട് റിക്കവറി ചെയ്യില്ലായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണി. സ്വർണം പൊട്ടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് പണം തിരിച്ചെടുക്കുന്നത് അല്ലേ? സ്വർണം തിരിച്ചെടുക്കുക. അതിനാണ് ഞങ്ങൾ ഒരുമിച്ച് പോയേക്കണത്. പിന്നീട് അത് വന്നത് പിന്നെ അത് പൊട്ടിക്കലിലേക്ക് വന്നതനുസരിച്ച് പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചുപറി അതിന്റെ അകത്തേക്ക് വന്നു കാര്യങ്ങൾ. അത് ഈ കൊടുവള്ളി സംഘമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് ഈ രാമനാട്ടുകര കേസല്ല, രാമനാട്ടുകരയിൽ അപകടം, അത് നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു അപകടത്തിൽ കൊല്ലപ്പെട്ടത്? അതെ, മരിച്ച പിള്ളേരൊക്കെ എനിക്കറിയാവുന്ന പിള്ളേരാണ്. അതായത് അനസിന്റെ പിള്ളേരാണ്? അതെ. അനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിന്റെ അകത്ത് അംഗങ്ങളായിരുന്ന പിള്ളേരാണ് മരണപ്പെട്ടത്. അതായത് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രധാനി പെരുമ്പാവൂർ അനസാണ്? തീർച്ചയായിട്ടും അതെ. അങ്ങനെയാണ് എനിക്ക് പിന്നീട് ഞാൻ ഒന്ന് പോകുന്ന ശേഷം എനിക്ക് അറിയാൻ പറ്റിയത്. എല്ലാത്തിനും പുറകെല്ലാം ഉണ്ട്. ഈ സ്വർണം പൊട്ടിക്കലിന്റെ ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ അനസിന്റെ പങ്കുകൾ നേരത്തെ പുറത്തു വന്നതാണ്? പുറത്തു വന്നിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്? അത് കേസാവൂല. ഇത് പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ കേസാവല് സാധ്യത കുറവാണ്. കാരണം ഇത് കൊണ്ടുവരുന്നതും നികുതി വെട്ടിച്ചുള്ള കൊണ്ടുതന്നെ. അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാരത് കേസാക്കൂല. ഇതേപോലെ തന്നെ ഈ റിക്കവറി ചെയ്യാൻ തിരിച്ചെടുക്കാൻ പറ്റാവുന്ന ആളുകളെ ഏൽപ്പിക്കും. അത് കിട്ടാനും കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. നമ്മളെ എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ കമ്മീഷൻ ആണോ അതോ നിശ്ചിത തുകയാണോ? 20% ആണ് അതിന്റെ അകത്ത് ആവശ്യപ്പെടുന്നത്. ചിലപ്പോ ഒരു 15 ലക്ഷം രൂപ ഒക്കെ എടുക്കും അതിന്. ഞങ്ങളിപ്പോ കോഴിക്കോട് നിന്നൊക്കെ തിരിച്ചെടുക്കുന്നതുകൊണ്ട് 15 ലക്ഷം രൂപ 17 ലക്ഷം രൂപ വാങ്ങി അവരായിരുന്നു. 50 ലക്ഷം രൂപയുടെ മുതലിന് തിരിച്ചെടുത്ത് വന്നപ്പോ 17 ലക്ഷം രൂപ മേടിച്ചായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. എൽദോ. ഓക്കെ, എന്നാലും ഇബ്രാഹിം കുട്ടിയാണ് ഈ അനസിന്റെ മുൻ വിശ്വസ്തനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്ന്. എന്നാലും കൂടുതൽ പേർ ഈ സംഘങ്ങളിൽ ഉണ്ടായിരുന്നവർ പരാതിയുമായി പെരുമ്പാവൂർ അനസിനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ ഇബ്രാഹിം കുട്ടി എന്തായാലും ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, ഇതിന്റെ ആഴം അതിങ്ങനെ വല്ലാത്ത തരത്തിൽ കൂടുകയാണല്ലോ. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ഷിയാസ് കരീമിന്റെ കാര്യവും ഇപ്പോൾ ഇബ്രാഹിം കുട്ടി ഉറപ്പിച്ച് പറയുന്നു. ഷിയാസ് കരീം പറയുന്നത് മുഴുവൻ കളവാണ്. അദ്ദേഹത്തിന് ഈ ഗോൾഡ് ബിസിനസ്സിൽ കൃത്യമായി അനസുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഔറംഗസേബിന്റെ സംസാരത്തിൽ തുടങ്ങിയതാണ്. ആ അഭിമുഖത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എന്തോ തീർച്ചയായും. കാരണം ഇപ്പോൾ ഇബ്രാഹിം കുട്ടി പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകൾ, ഈ പല കേസുകളിലും പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവന്റെ പങ്ക് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഔറംഗസേബ്
ഒരു സാധാരണ ഒരു അഭിമുഖമായി പെരുമ്പാവൂർ അനസിനെതിരെ, അനസിനെതിരെ മാത്രമല്ല, കൊച്ചിയിലെ അധോലോക കേന്ദ്രത്തെ കുറിച്ച് നൽകിയ അഭിമുഖത്തിൽ അതേ തുടർന്ന് നമ്മൾ ഇത്രയും വലിയൊരു ആഴത്തിലുള്ള ഒരു സംഭവമാണ് ഇതെന്ന് തുടക്കത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയത്. ഇതിന്റെ ഈ സിനിമാ ബന്ധങ്ങൾ, അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, ഇക്കാര്യം ഇബ്രാഹിം കുട്ടിയും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് ഇബ്രാഹിം കുട്ടി പൂർണ്ണമായും തുറന്നു പറയുന്നില്ല. അതിനകത്ത് ഒരു പക്ഷേ ഇബ്രാഹിം കുട്ടി ഉൾപ്പെട്ടിട്ടുള്ള കേസുകളാകാം, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവില് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളാകാം. അതുകൊണ്ടായിരിക്കാം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇബ്രാഹിം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഒരു പരിധിവരെയും ഈ അനസിന്റെ ആ സംഘത്തിൽ നിന്നും പിന്മാറി, ഇവർ മാറി, ചിലരൊക്കെ മറ്റു പല ഇത്തരം ഇടപാടുകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, പ്രവർത്തനങ്ങളിൽ നിന്നും മാറിയിട്ടുണ്ട്, സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നടുക്കമുണ്ടാക്കുന്നതാണ്, പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ സാധാരണ ഒരു കൊട്ടേഷൻ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത്, ഒരു പരിധി വരെയും രാജ്യദ്രോഹ കുറ്റങ്ങൾ, ആ രീതിയിൽ കണക്കാക്കാവുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും പെരുമ്പാവൂർ അനസിന്റെ പങ്കു പുറത്തു വരുന്നു. അനസിന്റെ വിശ്വസ്തരായിട്ടുള്ള ഇബ്രാഹിം കുട്ടിയും ഔറംഗസേബും നിഷിലും ഇട്ടനുമൊക്കെ നൽകിയ വെളിപ്പെടുത്തലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുറന്നു പറച്ചിലുകൾ ഏറെ ഗൗരവമുള്ളതാണ്. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പരാതികളൊക്കെയാണ് മുൻ സംഘങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ 2 പേർ എത്തിയിരിക്കുന്നു. ഒരാൾ ഭീഷണി ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഉന്നയിച്ച് പോലീസിനെ സമീപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാതികളും കൂടുതൽ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വരികയാണ്. ടോം കുര്യാക്കോസാണ് ഈ വാർത്തയുടെ പിന്നാലെ പോയതും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ന്യൂസ് ട്രെൻഡ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.